ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ് അല്ലെങ്കിൽ വെയിൽ നന്നായിട്ട് കൊണ്ടതിന് ശേഷമൊക്കെ മുഖത്ത് വരുന്ന ചെറിയൊരു ഡൾനെസ് ഉണ്ടല്ലോ, അത് മാറ്റിയെടുക്കുന്ന ഒരു കാര്യം. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്താ ചെയ്യാന്നുള്ളതാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പം നന്നായിട്ട് വെയിലൊക്കെ കൊണ്ടതിന് ശേഷം വന്ന് ഞാൻ എന്തായാലും ഫേസ് വാഷ് ചെയ്തിട്ടില്ല, മുഖത്ത് ഒരുവിധ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. രാവിലെ ഒന്ന് ഒരുങ്ങി പുറത്ത് പോയിട്ട് നേരെ വന്ന് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന കേട്ടോ. ട്രസ്റ്റ് മീ, ഞാൻ വേറെ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടില്ല. കാരണം മുഖത്തൊക്കെ അതുണ്ടോ നന്നായിട്ട് ഓയിലായിട്ടുണ്ട്. എൻ്റെ ഓയിലി ഫേസ് ആയതുകൊണ്ട് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും മുഖത്തേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ വരും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഫേസ് ക്ലെൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെയിൽ കൊണ്ടതിന് ശേഷം എന്ത് പായ്ക്കാണ് ഇടുന്നതെന്നാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്തായാലും ചെയ്യാമോ, അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ഷോളൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. നമ്മൾ ഫേസ് പാക്ക് ഇടാൻ പോവല്ലേ, ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഓട്സ് പൊടിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ തന്നെ എടുത്തേക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്യാം. രാവിലെ എനിക്ക് വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലാണ്. അപ്പോൾ വളരെ കുറച്ച്, ഒരുപാട് ഇങ്ങനെ കുതിർന്നു പോകരുത്, കുഴഞ്ഞു പോകരുത്. ആ ഒരു ഓട്സിൻ്റെ ചെറിയൊരു പരുപരിപ്പ് കാണണം. ഓക്കെ, ഈ ഓട്സ് നമ്മുടെ ഫേസിലിടുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നല്ലൊരു ക്ലെൻസിങ് കിട്ടും. ഞാൻ സാധാരണ ഫേസ് വാഷ് ഒന്നും വെച്ചിട്ട് അങ്ങ് ഫേസ് ഒന്നും ക്ലീൻ ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ സംഭവങ്ങൾ വെച്ചിട്ടാണ് ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ ഈ ഓട്സും പാലും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അതൊക്കെ മാറിക്കിട്ടും. മുഖം കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആവും. ആ ഒരു കരുവാളിപ്പ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതിനൊക്കെ വളരെ നല്ലതാണ്. മുഖം ഭയങ്കര അമർത്തി ഞെരടി പിടിപ്പിക്കരുത്. ജെന്റിലായിട്ട് വളരെ സോഫ്റ്റായിട്ട് വേണം ഓട്സ് ഇട്ട് കൊടുക്കാനായിട്ട്. തൊട്ട് മാറ്റട്ടെ കേട്ടോ. എൻ്റെ മുഖത്ത് അത്യാവശ്യം ഡർട്ടുണ്ട്. ഞാൻ പുറത്തുനിന്ന് വന്നതുകൊണ്ട് ഓയിലി ഫേസ് ആയിട്ട് നന്നായിട്ട് ഓയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് ഈ ഓട്സും പാലും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. 2 കൈ വെച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ വെക്കട്ടെ. നമ്മളെപ്പോഴും ഫേസിൽ എന്തെങ്കിലും പായ്ക്ക് ഇടുമ്പോൾ നമ്മളിങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്ക് ചെയ്യണം. മുകളിൽ നിന്ന് താഴേക്ക് ചെയ്താൽ മുഖം കവള ഒട്ടിപ്പോകും. അപ്പം നമ്മളിതാ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇതാ നമ്മളെ ഫേസിൽ എന്തിട്ട് കൊടുത്താലും അത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം. എന്നാലാണ് നെക്കിലും ഫേസിലും ഒരേ കളറ് വരുള്ളൂ, അല്ലെങ്കിൽ ആ കളർ ചേഞ്ച് മനസ്സിലാവും. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി വരട്ടെ. ഒരു 10-15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ മുഖത്തെ ഇതൊന്ന് ഉണങ്ങി വരും. ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി വലിയാൻ നിൽക്കണ്ട, നമുക്കത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ചിലപ്പോൾ ചിലർക്ക് നല്ല കളറ് കാണും. പക്ഷെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഈ മാല ഇടുന്ന ഈ ഭാഗത്തൊക്കെ വട്ടത്തിൽ ഈ ഒരു കറുപ്പ് കാണാം. അത് പോകാൻ ഒരു മാർഗ്ഗം എന്താണെന്നറിയോ? നമ്മുടെ നാരങ്ങയില്ലേ, നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു തോടില്ലേ, ആ തോട് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് കഴുത്തിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കഴുത്തിൽ ആ ഒരു സ്വാഭാവിക കളറ് കിട്ടും. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ആർക്കെങ്കിലും കഴുത്തിൻ്റെ ഇത്രയും ഭാഗത്ത് ആ ഒരു കറുപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി ഒരു കോട്ട് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നാലും നമ്മൾ ഇത്ര എടുത്തതല്ലേ, അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ ഒരു കോട്ട് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തീരുന്നിടം വരെ അങ്ങനെ ഓരോരോ കോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ മൂക്കിലൊക്കെ അല്ലേ അത്യാവശ്യം ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരുന്നത്, അപ്പോൾ അത് മൂക്കിൻ്റെ എവിടെയൊക്കെ ഇട്ട് കൊടുക്കാം.
ഞാൻ വെയിൽ നന്നായിട്ട് കൊണ്ട് സൺസ്ക്രീൻ ഇട്ടിട്ടാണ് പോയത്, എന്നാലും നന്നായിട്ട് ഞാൻ വെയിലത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, ഇതും കൂടെ ഒന്ന് ഉണങ്ങി വരട്ടെ. ഫാനൊന്നും ഇട്ടിട്ടിരിക്കരുതേ, ഫാൻ ഇല്ലാണ്ടിരിക്കണം, അപ്പോൾ പതിയെ ഉണങ്ങി വരത്തുള്ളൂ. ഫാനിൻ്റെ കീഴിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി വരും. ഇപ്പോൾ മുഖത്തായിട്ട പായ്ക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല, എന്താണെന്നറിയോ, ഈ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുമ്പോൾ സ്കിന്നിൽ വലിച്ചിൽ വരും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മുഖത്ത് ചുളിവുകൾ വരും. അപ്പം ഞാൻ പോയിട്ടൊന്ന് വാഷ് ചെയ്ത് വരട്ടെ കേട്ടോ. ഇപ്പം ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ആ ഒരു ഓയിലൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പായ്ക്ക് കൂടി ഇടണം, ആ ഒരു കരുവാളിപ്പ് മാറാനായിട്ട്. അപ്പം ഞാനിവിടെ നമ്മൾ നേരത്തെ ഓട്സ് എടുത്ത അതേ ബൗൾ തന്നെയാണ്, അതിലേക്ക് കുറച്ച് കടലമാവ്, ഒരു 1/2 ടേബിൾ സ്പൂൺ കടലമാവ്. നമ്മുടെ മുഖത്തിന് ആവശ്യം എത്ര വേണോ അത്ര എടുക്കുക. അപ്പം എൻ്റെ ഓയിലി ഫേസ് ആയതുകൊണ്ടാണ് ഞാൻ കടലമാവ് എടുക്കുന്നത്. അല്ലാത്തവരാണെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയാണെങ്കിൽ ഓയിലി ഫേസ് പോകാൻ നല്ലതാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ അലോവേറ ജെല്ലോ എന്തെങ്കിലും എടുത്താൽ മതി, ഡ്രൈ സ്കിൻ ആണെങ്കിൽ. പിന്നെ ഞാനിവിടെ ഇത്തിരി മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളേ, ഒരിത്തിരി മാത്രം. അപ്പം കടലമാവ് എടുത്തു, ഒരിത്തിരി മഞ്ഞളെടുത്തു, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് ഇപ്പം എല്ലാവരുടെ കയ്യിലും കാണാം. ഇപ്പം പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. 1 സ്പൂൺ തൈര്, കടലമാവും മഞ്ഞൾപ്പൊടിയും തൈരും കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം കുറച്ചുകൂടെ. നമ്മൾ വെയിലിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ തൈര് മാത്രമായിട്ട് മുഖത്തേക്ക് ഇട്ടാലും നല്ലതാണ്. അപ്പോൾ വെയിലടിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ കരുവാളിപ്പ് വരുമല്ലോ, ആ കരുവാളിപ്പ് മാറ്റാനായിട്ട് തൈരും മഞ്ഞളും കടലമാവ്. എൻ്റെ മുഖത്തിന് ഈ ഒരു ഓയിലി ഫേസ് ആണ്ട് ഈ ഒരു പായ്ക്ക് വളരെ നല്ലതാണ്. അപ്പം ഓയിലി ഫേസ് ഉള്ളവർ തീർച്ചയായിട്ടും ഇടുന്നത് നല്ലതായിരിക്കും. ഒരുപാട് കട്ടിയിൽ ഇങ്ങനെ മാസ്ക് പോലെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ. ഒരുപാട് കട്ടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മാറ്റാനായിട്ട് ഭയങ്കര പാടാണ്. കൂടുതൽ എഫക്റ്റ് കിട്ടത്തൊന്നുമില്ല കട്ടിയിലിട്ട് കൊടുത്ത്. ലൈറ്റായിട്ട് ഇട്ട് കൊടുത്താൽ മുഖത്തൊന്ന് ആയാൽ മതി. മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തുകൊണ്ട് കറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് അത് കിട്ടും. കഴുത്തിലും ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കഴുത്തിൽ ആ സാഗിങ് ഒന്നും വരത്തില്ല, നമ്മുടെ സ്കിൻ അങ്ങനെ തൂങ്ങിക്കിടക്കുകയൊന്നുമില്ല. മുഖത്ത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു പകുതി ഭാഗം ഉണങ്ങുമ്പോൾ ഒരു കോട്ടും കൂടെ, ഒരു 3 കോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ആ ഒരു സ്കിന്നിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് നമ്മുടെ ആ മുഖത്തെ ക്ഷീണവും ആ വെയിൽ കൊണ്ടുള്ള കരുവാളിപ്പും എല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും ഒരു കോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പം ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിലിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു പാക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തിന് കുറച്ചുകൂടി നല്ല ഗ്ലോ കിട്ടും. ആ വെയിലടിച്ചതിൻ്റെ കരുവാളിപ്പൊന്നും മുഖത്തേക്ക് ഉണ്ടാകത്തില്ല. മുഖം എപ്പോഴും നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇനിയും പോയി കുളിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ബൈ ബൈ.